ഹലോ ഗെയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാട്ടോ. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഒരു സൺഡേ ആയിട്ടാണ്. അപ്പോൾ തന്നെ വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മയും അതുപോലെ അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പാടത്ത് പണിക്ക് ആളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ രാവിലെ തന്നെ അരിയൊക്കെ കഴുകിയിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഒക്കെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത്. കാരണം നമ്മുടെ ഗ്യാസിൻ്റെ ക്ഷാമം കാരണം ഗ്യാസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ എല്ലാ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവുണ്ട്, അതുപോലെ തന്നെ ദോശയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് ദോശ അങ്ങനെ കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ ഉപ്പുമാവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളവിടെ ഉപ്പുമാവ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ദോശയും ഉണ്ടാക്കിയിട്ട് വേണം, ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ചൂട് കൊടുക്കാൻ കഴിക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമായിട്ട് പാടത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ല ചൂടല്ലേ. പിന്നെ ഞാനിതാ കുപ്പിയിലൊക്കെ വെള്ളമാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അമ്മ അതെടുത്ത് വയ്ക്കുന്നുണ്ട്, ഞാൻ കുപ്പിയിലാക്കി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകാരൻ വന്നു കേട്ടോ, മീൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളുകളിൽ കുടുത മീനും ഉണ്ട്, അതുപോലെ ചൂട മത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുടുതയും വാങ്ങിച്ചു, പിന്നെ ചൂടയും വാങ്ങിച്ചു. കുടുത ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ ചൂടയും കൂടി കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനോടൊന്ന് മുറിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ കുടുത അപ്പം തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ആൾ സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കത് കഴുകി വെക്കല്ലേ വേണ്ടൂ. പിന്നെ ആദ്യം കുളിച്ച് സുന്ദരകുട്ടപ്പനായി വന്നിരിക്കുന്നുണ്ട്. പിന്നെ അമ്മ അവന് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ മൂന്നാളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കി അവർ രണ്ടാളും അച്ഛനും ഗ്രീഷ്മയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എല്ലാവർക്കുള്ള ദോശ ഉണ്ടാക്കാമല്ലോ, ഞങ്ങൾക്ക് മൂന്നാൾക്കും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അത് ഓരോന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. പിന്നെ സൺഡേ കാരണം എല്ലാവരും ലേറ്റ് ആയിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. പിന്നെ നമ്മുടെ ആദിത ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ, കുട്ടി പാവം. ഞാൻ ദോശ കൊടുത്തു. പിന്നെ ഞാനും അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ബാക്കി പണികളിലേക്ക് കടന്നു. ഞാൻ പതിവ് പോലെ എൻ്റെ പണി പാത്രം കഴുകുക, അടിച്ചുവരിക, തുടയ്ക്കുക, അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ ഞാനും കടന്നു. വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അമ്മ മീൻ നന്നാക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉപ്പേരിക്ക് കയപ്പയ്ക്കും അതുപോലെ തന്നെ കായട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതൊക്കെ നുറുക്കിയിട്ട് സെറ്റാക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട്. ഒന്നുമില്ല കേട്ടോ, നാരങ്ങ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ലൈം ഉണ്ടാക്കില്ലേ, അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു ലൈം കേട്ടോ. അങ്ങനെ അതുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുടിച്ചു, പിന്നെ ഗ്രീഷ്മയും കുടിച്ചു കേട്ടോ. ഈ ചൂടുകാലത്ത് ഞങ്ങൾക്ക് തന്നെ കേട്ടോ പരിപാടി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈം ഉണ്ടാക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ പിന്നെ അത് കുടിച്ചു. പിന്നെ അത് കുപ്പിയിലാക്കിയിട്ട് ഞാനൊരു കുപ്പിയിൽ ആക്കി, അതും പിന്നെ ഒരു ഗ്ലാസ്സുമായിട്ട് ഞാൻ നേരെ പാടത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പാടം വരുന്നത്, കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ അവിടെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒപ്പാക്കി സെറ്റാക്കാനുള്ള പണിയിലാട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ അതിന് അച്ഛൻ പറഞ്ഞു അവിടെ നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങോട്ട് വരിക കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്നു കേട്ടോ. നല്ല വെയിലാട്ടോ, നല്ല പാടം തന്നെയാണ്. ഈ സമയത്തൊക്കെ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല, ഭയങ്കര ചൂട്. ഇപ്പം സമയം ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം തന്നെ ചുട്ട് പൊള്ളുക കേട്ടോ, നിൽക്കാൻ വയ്യ. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ വേഗം വീട്ടിലേക്ക് നടന്നു പോന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മ മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വറക്കാനും ഉണ്ടായിരുന്നു, അതൊക്കെ സെറ്റായി. പിന്നെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കുളിച്ചു കേട്ടോ. ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും. അപ്പോൾ വേഗം കുളിച്ച് വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ഒരാളിത് അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പണിക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛനിതാ ചോറ് ഇവിടെ പൊതിയുന്നുണ്ട് കേട്ടോ. അവർ ഇങ്ങോട്ട് വരണില്ല, അങ്ങോട്ട് കൊടുന്നു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഫുഡ് നമ്മൾ പൊതിയിലാക്കിയിട്ട് ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞു ഞാനും അവിടെ തന്നെ ഇരുന്ന് കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനുള്ളതും അച്ഛൻ അങ്ങനെ പൊതി കെട്ടിയെടുത്തു കേട്ടോ. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് പതിവ് പോലെ തന്നെ കഴിക്കായിരുന്നു കേട്ടോ. ആദ്യം ഗ്രീഷ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനും അമ്മയും കഴിക്കായിരുന്നു. അപ്പോൾ പിന്നെ ഇല ബാക്കിയുള്ള കാരണം ഞാൻ പിന്നെ ഇലയിലെടുത്തു കേട്ടോ. അമ്മ പിന്നെ പ്ലേറ്റിൽ തന്നെ എടുത്തത്. പിന്നെ ആ പാത്രം നമുക്ക് കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇലയിൽ തന്നെ കേട്ടോ കഴിച്ചത്. അപ്പം മീൻകറി, ഉപ്പേരി, മീൻ വറുത്തത്, പപ്പടം, അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ കുടുതമീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഈ പറഞ്ഞ മാതിരി ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകണ പോലെ തന്നെ ഞങ്ങൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനും ലേറ്റ് ആവാറുണ്ട്. 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുടുംബശ്രീ ടീം എത്തിയിട്ടാ. പിന്നെ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പോയി കിടന്നു. പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ ചായ ഉണ്ടാക്കി. ചായക്ക് ഇതുപോലെ അവിൽ വിളയിച്ചതില്ലേ അതുണ്ടായിരുന്നു കേട്ടോ. അവിലിൽ നമ്മൾ കടലയും ഇതൊക്കെ ഇട്ടിട്ട് അത് കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങില്ലേ അതാണ്, അല്ലാതെ വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പോൾ അത് കൂട്ടിയിട്ട് ചായ കുടിച്ചു കേട്ടോ. ആദ്യം ഇവിടെ കടല കഴിക്കുന്നുണ്ട്, അവനത് വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതും കട്ടൻ ചായയും കൂടിയിട്ട് ഞാൻ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനും ചായ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പാടത്തേക്ക്. പിന്നെ ഞാൻ ഇരുന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ അമ്മ ഇപ്പോൾ ചായ കുടിക്കാറില്ല കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ഞാൻ തന്നെ ഇവിടെ ചായ കുടിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കുള്ള ചായ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവന് വേണമെന്ന് ചോദിച്ചപ്പോൾ അവനത് വേണ്ട കേട്ടോ, അവനത് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പോൾ കുട്ടിക്ക് അത് വേണ്ടെന്ന് പറയുന്നുണ്ട്. ചായക്കാണ് ആൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചായ അവൻ കുറച്ച് കുടിക്കുന്നുണ്ട്. അവനങ്ങനെ ചായ കൊടുക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമായി. വിളക്കൊളുത്തലും എല്ലാം കാര്യങ്ങളും കഴിഞ്ഞത് അച്ഛൻ വന്നു. സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോഴിമുട്ട, പഞ്ചസാര, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വരുമ്പോൾ സാൻഡ്വിച്ചും കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അതും കൊടുന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ നേരം കുറച്ചായിട്ടുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ അത് കഴിച്ചു കേട്ടോ. കാരണം ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് പാടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ പോയിട്ട് വാങ്ങി വരിക കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദിക്ക് ഞാൻ ചോറ് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കില്ല, 1-2 ഉരുളയൊക്കെ ഞാൻ കഴിച്ചുള്ളൂ. കാരണം ഈ സാൻഡ്വിച്ച് കഴിച്ച കാരണം തീരെ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ 1-2 ഉരുളയൊക്കെ ഞാനും കഴിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അവനും കൊടുത്തു കേട്ടോ. അങ്ങനെ ഊണങ്ങനെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ രാത്രിത്തെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ ഗ്രീഷ്മയ്ക്ക് എന്തോ റൊട്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ. അതുണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾ രാത്രി ഊണ് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ മേലെ കഴുകിയിട്ട് കിടക്കാൻ വന്നു കേട്ടോ. ചൂടായ കാരണം തന്നെ കിടക്കണതിന് തൊട്ട് മുന്നേ കേട്ടോ ഞാൻ മേലെ കഴുകാറും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.